ഹലോ. നമ്മളൊക്കെ ദിവസവും കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. പക്ഷേ ഇതെല്ലാം ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റുകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവനില്ലാത്ത ഈ മെഷീന് നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നമ്മൾ നൽകുന്ന ഡേറ്റ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു കിടിലൻ യാത്രയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് പ്രധാനമായും 3 ഫങ്ഷണൽ യൂണിറ്റുകളാണ് ഉള്ളത്. ആദ്യത്തേത് ഇൻപുട്ട് യൂണിറ്റ്, രണ്ടാമത്തേത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് നമ്മുടെ സ്വന്തം CPU, പിന്നെ മൂന്നാമത്തേത് ഔട്ട്പുട്ട് യൂണിറ്റ്. ഡേറ്റ ഈ 3 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ യഥാർത്ഥ ബ്ലൂപ്രിന്റ് നോക്കിയാൽ ഇത് കൃത്യമായി മനസ്സിലാകും. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇൻപുട്ട് യൂണിറ്റ് വഴി അകത്തേക്ക് കയറുന്നു. അവിടെ നിന്ന് CPUവിൽ വെച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നു. ഒടുവിൽ ഫലം ഔട്ട്പുട്ട് യൂണിറ്റ് വഴി പുറത്തേക്ക് വരുന്നു. ഈ 3 ബ്ലോക്കുകൾ ചേർന്നതാണ് മൊത്തം കമ്പ്യൂട്ടർ ലോകം. ശരി, ഇതിലെ ആദ്യത്തെ ആളായ ഇൻപുട്ട് യൂണിറ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. യഥാർത്ഥത്തില് ഈ ഇൻപുട്ട് യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? ഇതൊരു തുടക്കരേഖയാണെന്ന് പറയാം. നമ്മൾ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ കമ്പ്യൂട്ടറിന് അതുപോലെ മനസ്സിലാകില്ല, അല്ലേ? അപ്പോൾ നമ്മളിൽ നിന്നും ഡാറ്റയും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റിക്കൊടുക്കുന്ന ജോലിയാണ് ഈ ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ഡിവൈസുകളുണ്ട്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കീബോർഡ്, മൗസ്, ലാപ്ടോപ്പിലെ ടച്ച് പാഡ്, ഗെയിം കളിക്കാനുള്ള ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ, പിന്നെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന മൈക്രോഫോണും ഡിജിറ്റൽ ക്യാമറയുമൊക്കെ. ഇവയെല്ലാം സാധാരണ ഇൻപുട്ട് ഡിവൈസുകളാണ്. ഇതുകൂടാതെ കുറച്ചുകൂടി സ്പെഷ്യലായ ചില ഡിവൈസുകളുമുണ്ട്. കടകളിൽ കാണുന്ന ബാർകോഡ് റീഡറും സ്കാനറുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അതുപോലെ ലൈറ്റ് പെൻ. പിന്നെ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട് കേട്ടോ. പരീക്ഷാ പേപ്പറുകൾ നോക്കാൻ ഉപയോഗിക്കുന്ന OMR, അതായത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അതുപോലെ ബാങ്കുകളിൽ ചെക്ക് പരിശോധിക്കുന്ന MICR, അഥവാ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. ഇവയെല്ലാം ഇൻപുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തതായി വരുന്നത് ഈ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മുടെ CPUവിനെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറെന്നാണ് വിളിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറും. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നതും സിസ്റ്റത്തെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നതും ഈ CPU ആണ്. ചുരുക്കത്തിൽ വെറും ഡാറ്റയെ അർത്ഥമുള്ള ഇൻഫർമേഷനാക്കി മാറ്റുന്നത് ഈ തലച്ചോറാണ്. അങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്തതെന്താണ്? അതാണ് നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ്. CPU പ്രോസസ്സ് ചെയ്ത ഈ ഡിജിറ്റൽ ഡേറ്റ നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവില്ല. അതിനെ നമുക്ക് വായിക്കാനും കാണാനും കേൾക്കാനും പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുന്ന ജോലിയാണ് ഔട്ട്പുട്ട് യൂണിറ്റിനുള്ളത്. കമ്പ്യൂട്ടറിനുള്ളിലെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ഇവരാണ്. ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങളും കണ്ടുകഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചു നോക്കാം. നമ്മുടെ ഈ യാത്രയുടെ തുടക്കവും ഒടുക്കവും ഏറ്റവും നന്നായി കാണിക്കുന്ന 2 ഡിവൈസുകൾ നോക്കാം. നമ്മുടെ മെയിൻ ഇൻപുട്ട് ഡിവൈസായ കീബോർഡും മെയിൻ ഔട്ട്പുട്ട് ഡിവൈസായ മോണിറ്ററും. നമ്മളും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 പാലങ്ങളാണിവ. അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഒന്നാമതായി ഇൻപുട്ട് യൂണിറ്റ് വഴി കമ്പ്യൂട്ടർ ഡേറ്റ സ്വീകരിക്കുന്നു. രണ്ടാമതായി കമ്പ്യൂട്ടറിന്റെ തലച്ചോറായ CPU അത് പ്രോസസ്സ് ചെയ്യുന്നു. അവസാനമായി ഔട്ട്പുട്ട് യൂണിറ്റ് അതിന്റെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ഈ യൂണിറ്റുകൾ ഒരുമിച്ച് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഒരു കമ്പ്യൂട്ടർ ഇത്ര സ്മൂത്തായി ഓടുന്നത്. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലൂടെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രസകരമായ ഒരു കാര്യം ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. CPU കമ്പ്യൂട്ടറിന്റെ തലച്ചോറും മോണിറ്റർ മുഖവുമാണെങ്കിൽ ഭാവിയിൽ നമ്മൾ മെഷീനുകളുമായി എങ്ങനെയായിരിക്കും സംസാരിക്കുക? കീബോർഡും മൗസുമൊന്നുമില്ലാതെ നമ്മുടെ ചിന്തകൾ നേരിട്ട് കമ്പ്യൂട്ടറിലേക്ക് പോകുന്നൊരു കാലം വരുമോ? വരാൻ സാധ്യതയുണ്ടല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.